ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്ന നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളെന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫുൾ പ്രോജക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ആയിക്കൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് ആഡ് ആവുന്നതായിരിക്കും. ആഡ് ആയതിനു ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ 9:16 റേഷ്യോ സെലക്ട് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജ് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടുന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് കറന്റ് ഫ്രെയിം ആസ് PNG എന്നുള്ളത് കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ലോഡ് ആയതിനു ശേഷം സേവ് എന്നൊരു സേവ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഇമേജ് നിങ്ങൾ ഗാലറിയിലോട്ട് സേവ് ചെയ്ത് വെച്ച് കൊടുക്കുക. ശേഷം അവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഒരു ഫുൾ പ്രോജക്റ്റ് അവിടുന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആരെയും കാണാൻ വേണ്ടി സാധിക്കുന്നു. താഴെ ഞാൻ ഇമേജസ് ആഡ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു സ്റ്റാർ ആയിക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇപ്പോൾ സേവ് ചെയ്ത ഒരു ഇമേജ് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടുന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അവിടുന്ന് ഇപ്പോൾ സേവ് ചെയ്ത ഒരു ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ആ ഒരു ഇമേജ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു മെത്തേഡ് തന്നെ അടുത്ത ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യും. അടുത്ത ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു സ്റ്റാർ ആയിക്ക് സെലക്ട് ചെയ്യുക. ശേഷം ആ ഒരു സെയിം ഇമേജ് തന്നെ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ആ ഒരു ഇമേജ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു സ്റ്റാർ ആയിക്ക് സെലക്ട് ചെയ്യുക. ശേഷം അവിടെ ഈ ഒരു സെയിം ഇമേജ് തന്നെ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെയും ആ ഒരു ഇമേജ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ എല്ലാത്തിലും ഒരേ ഇമേജ് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ വേറെ ഇമേജ് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യുക. കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്ത ശേഷം ഈ സ്റ്റാർ ആയിക്ക് സെലക്ട് ചെയ്യുക. ഒരു സെയിം ഇമേജ് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ആ ഒരു ഇമേജ് ആഡ് ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യുക. കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്ത ശേഷം ഈ സ്റ്റാർ ആയിക്ക് സെലക്ട് ചെയ്യുക. അവിടെയും ഈ ഒരു സെയിം ഇമേജ് തന്നെ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെയും ആ ഒരു ഇമേജ് ആഡ് ആവുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം ഞാൻ ഇവിടെ 3 ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. ശേഷം എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇമേജ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു സ്റ്റാർ ആയിക്ക് സെലക്ട് ചെയ്യും. ശേഷം ആ ഒരു സെയിം ഇമേജ് തന്നെ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെ ആ ഒരു ഇമേജ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശേഷം ആ ഒരു ഇമേജിൽ ഇതേപോലെ പ്രസ് ചെയ്ത ഒരു ഫേസ് കാണത്തക്ക വിധം ഈ ഒരു രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ ആ ഒരു ഇമേജ് കറക്റ്റായിട്ട് വന്ന് കാണാൻ വേണ്ടി സാധിക്കും. ശേഷം ഇവിടുന്ന് ബാക്ക് വരും. ബാക്ക് വരുമ്പോൾ ആ ഒരു ഗ്രൂപ്പിന്റെ ഡ്യൂറേഷൻ കുറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് നമുക്ക് കൂട്ടണം. അതിനെ അവിടുന്ന് ഗ്രൂപ്പ് സെലക്ട് ചെയ്തതിനു ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരിക. 9 സെക്കൻഡിലും 6 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അവിടെ വരെ ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് ഇവിടെ സെലക്ട് ചെയ്യും. രണ്ടാമത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. അതും ഇതേപോലെ തന്നെ അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്ത ശേഷം ഈ സ്റ്റാർ ആയിക്ക് സെലക്ട് ചെയ്യും. ശേഷം ആ ഒരു സെയിം ഇമേജ് തന്നെ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെയും ആ ഒരു ഇമേജ് ആഡ് ആവുന്നതായിരിക്കും. ആഡ് ആയതിനു ശേഷം ഒരു ഫേസ് തണ്ട് ഇതേപോലെ സ്ക്രീനിൽ ടച്ച് ചെയ്ത് ഡ്രാഗ് ചെയ്ത ഒരു ഫേസ് കാണത്തക്ക വിധം ഈ ഒരു രീതിയിൽ നിങ്ങൾ വെച്ചു കൊടുക്കുക. ശേഷം അവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഡ്യൂറേഷനും കുറഞ്ഞ് കാണാൻ വേണ്ടി സാധിക്കും. അതിന് നമുക്ക് കൂട്ടണം. അതിനായി അവിടുന്ന് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരിക. 9 സെക്കൻഡിലും 6 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വരെ ആവുന്നതായിരിക്കും. ഈ ഒരു മെത്തേഡ് തന്നെ അടുത്ത ഗ്രൂപ്പ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അടുത്ത ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഒരു ഇമേജ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു സ്റ്റാർ ആയിക്ക് സെലക്ട് ചെയ്യുക. ശേഷം അവിടെയും ഈ ഒരു സെയിം ഇമേജ് തന്നെ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെയും ആ ഒരു ഇമേജ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശേഷം ആ സ്ക്രീനിൽ ഇതേപോലെ ടച്ച് ചെയ്ത ഒരു ഫേസ് കാണത്തക്ക വിധം ഈ ഒരു രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ശേഷം ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വരുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതും നമുക്ക് കൂട്ടണം.
അത് കൂട്ടാൻ വേണ്ടി അവിടുന്ന് ഗ്രൂപ്പ് സെലക്ട് ചെയ്തതിനു ശേഷം 9 സെക്കൻഡ് 6 മില്ലി സെക്കൻഡിലോട്ടും വരിക. വന്നതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടം വരെ ആവുന്നതായിരിക്കും. ആയതിനു ശേഷം അടുത്ത ഒരു ഇമേജ് അവിടെ സെലക്ട് ചെയ്യുക. കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു സ്റ്റാർ ആക്കി സെലക്ട് ചെയ്യുക. ശേഷം ആ ഒരു സെയിം ഇമേജ് തന്നെ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് മുകളിൽ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെയും ആ ഒരു ഇമേജ് ആഡ് ആവുന്നതായിരിക്കും. ഈ ഒരു മെത്തേഡിൽ തന്നെ അവസാനം വരെയുള്ള എല്ലാ ഇമേജിലും നിങ്ങൾ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെയുള്ള എല്ലാ ഇമേജിലും നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുകളിൽ ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം വീഡിയോയുടെ നേരെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.